മലേഷ്യയിൽ നിന്നും വെറും 1 മണിക്കൂർ ഫ്ലൈറ്റ് എടുത്താൽ എത്തുന്ന മനോഹര ദ്വീപാണ് ലങ്കാവി. മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്. അതിന്റെ ഒരു പ്രധാന കാരണം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ആണെന്ന് വെച്ചാൽ ടാക്സ് ഇല്ല. ഇവിടെ നിന്ന് ചോക്ലേറ്റ് തിന്നതിന് കയ്യും കണക്കില്ല, അത്രക്ക് ചീപ്പാണ് ഇവിടെ. ചെന്നിറങ്ങിയ ഉടനെ തന്നെ ഒരു കാർ റെന്റിനെടുത്തു. 120 റിങ്കറ്റ് പറഞ്ഞ് ഞാൻ 4 ദിവസത്തേക്ക് 300 റിങ്കറ്റ് കൊടുത്തെടുത്തെന്ന് വെച്ചാൽ പെർ ഡേ 80 റിങ്കറ്റ്. പെട്രോൾ ഇവിടെ ലാഭമാണ്. ഇന്ത്യൻ റുപ്പി ഒരു 50 രൂപന്റെ ഉള്ളിലൊക്കെ വരും. ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഐറ്റിനറിയാണ് ഞാൻ പ്ലാൻ ആക്കിയത്. ഫസ്റ്റ് ഡേ മാംഗ്രൂവ് ടൂർ ആണ്, അതായത് ക്ലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് എന്നും പറയും. പാക്കേജ് ഇങ്ങനെയാണ്: 2 മണിക്കൂർ യാത്രക്ക് 350 റിങ്കറ്റ്. ഒരു സ്പീഡ് ബോട്ടിൽ ഞങ്ങൾ കുട്ടികളടക്കം 6 പേരുണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് എന്ന പേരിനോട് 100% നീതി പുലർത്തിയ ഒരു ബോട്ട് ഇവിടെയായിരുന്നു. അജാതിക്ക് എണ്ണം കാച്ചിയ സ്പീഡ്. ഇത് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പോകുക. ഇത് ഗൊറില്ല മൗണ്ടൻ, പിന്നെ ഒരു ഈഗിൾ ഫീഡിംഗ് എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ ഒന്ന് ഹാൾട്ട് ചെയ്യും. പിന്നെ പാറയുടെ നടുവ് കൂടി അടിയിൽ കൂടി ഒക്കെ പോകും. ക്രൊക്കഡൈൽ കേവ്സ് എന്നാണ് ഇതിന് പറയുന്നത്. വെച്ച മുതലുണ്ടാവില്ല, അതിന്റെ ഷേപ്പിലുള്ള ഒരു ഗുഹ, അത്രേ ഉള്ളൂ. ചതി പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ഫാമിൽ അങ്ങോട്ട് 1 മണിക്കൂർ നമ്മളെ വിടും. ഫുഡ് അടിക്കാം, ഒരുപാട് മീനുകളൊക്കെ കാണാം. കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ല രസമായിരിക്കും. അങ്ങനത്തെ വെറൈറ്റി മീനുകളാണ്. പിന്നെ സ്വാഭാവികമായിട്ടും വിശക്കും. ചിക്കൻ ഫ്രൈഡ് റൈസും പ്രോൺ ഫ്രൈഡ് റൈസും ആണ് കഴിച്ചത്. ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് ഇച്ചിരി വില കൂടും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഗുവാക്കലാവർ എന്ന് വെച്ച ബാറ്റ് കേവ് അഥവാ വവ്വാലുകളുടെ ഗുഹ. ഇവിടെ കയറാൻ 2 റിങ്കറ്റ് വേണം. പിന്നെ ടോർച്ച് വാടക 1 റിങ്കറ്റും നിർബന്ധമില്ല. പക്ഷേ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് പാടില്ലതാനും. 1 റിങ്കറ്റ് ലാഭിച്ച് വീണ്ടും മൂഞ്ചി. എന്തേലും കാണാൻ പറ്റേണ്ട ഫുൾ കൂറ്റിയുടെ ചുരുക്കി പറഞ്ഞ ഒരു 60 മീറ്റർ നീളത്തിലുള്ള ചുണ്ണാമ്പ് കൊണ്ടുള്ള ഗുഹയും 1000ഓളം വവ്വാലുകളും. ഇതാണ് ലങ്കാവിലെ വവ്വാൽ എന്ന് കരുതി തൽക്കാലം ആശ്വസിക്കാം. അവിടുന്ന് തിരിച്ചിറങ്ങി യാത്ര തുടർന്നു. പിന്നെ സ്പീഡിന്റെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല. കുപ്പായം പശ വെച്ച് ഒട്ടിച്ചില്ല, പാറിപ്പോക്കും. അജാതി സ്പീഡാണ്. ഇനി അവസാന പോയിന്റ് ആണ് കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക്. കുറച്ച് മൗണ്ടെയിൻസ് ഒക്കെ ആയിട്ട് ഒരു പ്രകൃതി രമണീയത, അത്രേ ഉള്ളൂ. ഉച്ചക്ക് ഒരു 12:45 കയറിയ വൈകുന്നേരം 3:30 മണിക്ക് തിരിച്ചെത്തും. പിന്നെ നല്ല മഴയും കിട്ടി. ഇനി ലങ്കാവിലെ സെക്കൻഡ് ഡേ നാളെ.